ആളുകൾ കൂടുന്നു, അതൊരു സദാചാര ഗുണ്ടായിസമായി മാറുന്നു. അവസാനം അതിലൊരു യുവതിക്ക് ജീവൻ ഒടുക്കേണ്ട സാഹചര്യം വരുന്നു, ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു. പക്ഷേ അതിൽ പോലും ആ യുവതിയുടെ കുടുംബം അതിൽ വേറൊരു സ്റ്റാൻഡ് എടുക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഏതൊക്കെ നിലയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പോകുന്നു, ഏതൊക്കെ നിലയിൽ മറ്റ് ഇടപെടലുകൾ പോകുന്നു എന്ന് നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം? ശരിയായ നിലയ്ക്കാണോ അന്വേഷണം പോകുന്നത് ഈ സംഭവത്തിന്? ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി മാത്രമേ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇതിന്റെ വസ്തുത എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ ഇതിനകത്ത് കൃത്യമായ പോലീസിനെ വിവരമറിയിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഇവരെ പിടിച്ചുകൊണ്ടുപോയി എന്താണ് ചെയ്തത്, എന്താണ് ഇതിന്റെ സാഹചര്യം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി അതിന് ഇടപെടലുകളിൽ ഉണ്ടായിരിക്കുന്ന അതെന്താണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത്തരമൊരു കാര്യത്തിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കതിനകത്ത് വ്യക്തമായ ഒരു ധാരണ വേണം. പക്ഷെ പോലീസ് ഉന്നത തലത്തിലുള്ള പോലീസ് തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായിലാണ് ഈ സംഭവം ഉണ്ടായത്. പിണറായിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി തന്നെ പറയുന്നു, SDPI ഓഫീസിന് മുന്നിലൂടെ രാത്രിയിൽ സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത ദുസ്ഥിതി നേരത്തെയും ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ സദാചാര ആക്രമണം ഉണ്ടായത് എന്നാണ് അവിടുത്തെ CPM-ന്റെ ഏരിയ സെക്രട്ടറി തന്നെ പറയുന്നത്. പിണറായിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസിന് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു, അവിടെ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഇതിനകത്ത് ഈ ഏരിയ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിൽ അവർ ഭരിക്കുന്ന ഒരു പോലീസിന് പിന്നെ എന്താണ് പരിപാടി? പോലീസല്ലേ അതിന് നടപടി എടുക്കേണ്ടത്. അങ്ങനെ SDPക്കാർ കഴിഞ്ഞാടാൻ വിടാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ട് പോലീസ് കൊടുക്കുന്നു? പോലീസ് നടപടി എടുക്കണം. ഭരിക്കുന്ന പാർട്ടിയല്ലേ, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അങ്ങനെ പറയാൻ പാടല്ലോ. അവർക്കെന്താ പോലീസിന് കഴിവില്ലേ? അല്ല, ഭരിക്കുന്ന ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ നാടല്ലേ, മുഖ്യമന്ത്രിക്ക് അവരെ നിലക്ക് നിർത്താനുള്ള കഴിവില്ലേ? എന്താണിത് പറയുന്നതിന്റെ ഉദ്ദേശം? അങ്ങനെ SDPക്കാർ ചെയ്യുന്ന തോന്നിവാസത്തിന് എന്തിന് പോലീസ് കൂട്ടുവെക്കണം? അപ്പോൾ കൃത്യമായ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ നടപടികൾ കൃത്യമായി എടുക്കാത്തതും പോലീസ് പക്ഷം ചേരുകയും ചെയ്യുന്നതാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിഷയങ്ങൾക്കും കാരണം. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴായാലും മറ്റ് ആഘോഷങ്ങൾ നടക്കുമ്പോഴൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നില്ലേ. ഇപ്പൊ പോലീസിനെ അത്തരം നിലപാടെടുക്കുന്ന പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പോലീസ് കൃത്യമായ ഇപ്പോ ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ ഇത് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുകയും അതിനുവേണ്ട സംവിധാനം രൂപീകരിക്കുകയും ചെയ്യാത്തത്? അപ്പോൾ ഇത് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണ്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവര് പോലീസിനെയാണ് അറിയിക്കേണ്ടത്. മറിച്ച് അവര് തന്നെ നിലപാട് സ്വീകരിച്ച് അവര് തന്നെ ഓഫീസിൽ കൊണ്ടിട്ട് മർദ്ദിക്കുകയും അവര് തന്നെ കുറ്റം തെളിയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം പാടില്ല.